ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ലൊരു ഞണ്ട് കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 1 കിലോ ഞണ്ടാണ് വാങ്ങിക്കൊടുക്കുന്നത്. അത് നല്ല കഴുകി വൃത്തിയാക്കി നമുക്കൊരു പാത്രത്തിലിട്ട് ഇത് ഉണ്ടാക്കാൻ പോണത് നമ്മളൊരു കൂട്ടുകാരൻ്റെ റൂമിലാട്ടോ. അപ്പോൾ റൂം എന്ന് പറഞ്ഞാൽ റൂമിലെ കിച്ചൺ ചെറിയൊരു കിച്ചണാണ്. രണ്ടാൾക്ക് നിന്ന് തിരിയാൻ പറ്റില്ല. അപ്പോൾ രണ്ടാൾക്ക് തിരിയാൻ പറ്റാത്തൊരു കിച്ചണാണ്. അപ്പോൾ ഒരാളാണ് അവിടെ ഉണ്ടാക്കുന്നത്. നമ്മളെ കൂട്ടുകാരനാണ് ഉണ്ടാക്കാൻ പോണത്. ഞാൻ വീഡിയോ പിടിക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടത് നമ്മൾ 2 ഉള്ളിയാണ് എടുത്തത് കേട്ടോ. ബാക്കി ഒരു 5-6 പച്ചമുളകും ഒരു 2 തക്കാളിയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് നമ്മൾ റെഡിയാക്കി നമ്മൾ സ്റ്റവിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ലേശം എണ്ണയും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഉള്ളിയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. ആ 2 ഉള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിൽ നല്ല പച്ചമുളക് മിക്സിയിലിട്ട് ചില്ലിയാക്കിയതും കൂടി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പാടെ നമ്മൾ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വരട്ടി കൊടുക്കണേ. തക്കാളി നല്ല മൂപ്പായിട്ട് വരണം, നല്ല ഉടഞ്ഞ് വെന്ത് വരണം. നമുക്കൊന്ന് ലേശം നേരം അടച്ച് വെച്ച് കൊടുക്കാം. തക്കാളി വേകുമ്പോഴേക്കും നമുക്ക് വേറൊരു ഫ്രൈ പാൻ അതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി അതിൽ ഇട്ട് കൊടുത്താൽ ഒരു 1.5 സ്പൂൺ വേണ്ട, കുറച്ച് മതി കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് എടുത്ത് ഒന്ന് നല്ലോണം നമ്മളെ തക്കാളിയൊക്കെ നല്ല വാടി വന്നിട്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി മാത്രം അതിലിട്ടാൽ മതി. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ആ മസാല ഉണ്ടല്ലോ, അത് നമ്മൾ ആ തക്കാളിയൊക്കെ നല്ല വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മസാലയും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് വേവിച്ച് എടുത്തതിൻ്റെ ശേഷം നമുക്ക് നോക്കാം. ഇനി നമ്മൾ കഴുകി വെച്ച ഞണ്ട് നേരെ അതിലേക്ക് തട്ടിയിട്ട് നല്ല മസാലയൊക്കെ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ആട്ടി അങ്ങോട്ടൊന്ന് ഇളക്കി നല്ല ഗജ എന്നുള്ള പറഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് മസാല തട്ടണം. അതിന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ അത് ശരിയാവുള്ളൂ. അപ്പോൾ നല്ലോണം പോലെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി മസാലയൊക്കെ പിടിക്കണം അതിൽ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നേരെ അടിപൊളിയായിട്ട് കഴിയുമ്പോൾ പിടിച്ച് നമുക്ക് ലേശം വെള്ളം പാർന്ന് കൊടുക്കാം. കുറച്ച് വെള്ളം പാർന്ന് കൊടുത്താൽ മതി കേട്ടോ. ഞണ്ടിന്ന് കുറേ വെള്ളം ഊറും അതിലേക്ക്. അപ്പോൾ കുറച്ച് വെള്ളം അതിൽ പാർന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടച്ച് വേവിക്കാം ഒരു 10 മിനിറ്റ് കേട്ടോ. അപ്പോൾ നമ്മളെ ഞണ്ട് കറി ഉഷാറായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഞണ്ട് കറി? സൂപ്പറല്ലേ? വീഡിയോ കണ്ടിട്ട് സൂപ്പറല്ലേ? അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള വീഡിയോ വീണ്ടും കാണാൻ മറക്കരുത്.